മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നവീന ചാനലായ മനപ്പുറത്ത് ജ്യോതിഷത്തിലേക്ക് സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷ ചാനലിലേക്ക് നിശ്ചയമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മകനീയ സാന്നിധ്യത്തിന് ഉടമയായ താങ്കൾക്കും ഇപ്പോൾ ഒരു പുതിയ ചാനലായതുകൊണ്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരികയും ലൈക്ക് ചെയ്യുകയും ഹൈപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമാണ്. പ്രോത്സാഹിപ്പിക്കാൻ താല്പര്യമുള്ളവർക്ക്, എന്നെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. നല്ല നല്ല കമൻറ്റുകളൊക്കെ, നല്ലതും വിമർശനാത്മകമായിട്ടുള്ള കമൻറ്റുകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഓരോ എപ്പിസോഡുകൾ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിങ്ങമാസത്തിലെ 1202 ആണ്ട് ചിങ്ങമാസത്തിൽ ഭരണി നക്ഷത്രത്തിന് എങ്ങനെയാണെന്ന് നോക്കുന്നത്. ഭരണി നക്ഷത്രം എന്ന് പറഞ്ഞാൽ മേടക്കൂറിൽ പെടുന്ന നക്ഷത്രമാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ 15 നാഴികയും ചെന്ന നക്ഷത്രമാണ്. അപ്പം ഭരണി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ 7.5 കണ്ടകശനിയാണ് ഒന്നാമത്തെ കാര്യം. 2 4 വ്യാഴം നിൽക്കുന്ന സമയമാണ്. ഉച്ചസ്ഥിതനായിട്ടുള്ള വ്യാഴമാണ്. ധനസംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ചില ക്രയവിക്രയങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം കുറേയൊക്കെ ദോഷങ്ങൾ, കഴിഞ്ഞ വർഷത്തിനൊക്കെ കുറേയൊക്കെ ഗുണപരമായിട്ടുള്ളൊരവസ്ഥയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദൂരദേശത്തുള്ളവർക്ക് നാട്ടിൽ വരുവാനും അതുപോലെ തന്നെ വീട് വയ്ക്കാനും യോഗമുണ്ട്. ആരോഗ്യ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക. രോഗദുരിതങ്ങളൊക്കെ അടിക്കടിക്ക് ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. പുതിയ വീട് പണിയാനോ പുതിയ വീടിന് ഉദ്ദേശിക്കുന്നെങ്കിലോ ഭൂമി വാങ്ങാനൊക്കെയുള്ള സാധ്യതയുള്ള സമയം കൂടാണ്. പിന്നെ അതുപോലെ തന്നെ വ്യാപാര ബന്ധം മുഖേന മത്സ്യബന്ധന വ്യാപാരം, ഇതിലൊക്കെ നല്ല രീതിയിലുള്ള ധനസമ്പാദനത്തിനുള്ള സാധ്യതാവസ്ഥയുണ്ട്. ഏജൻസി ഏർപ്പാടുകളിൽ നിന്ന് മറ്റു വരുമാനമൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. പൂർവികമായ ചില സ്മാരക സ്വത്തുക്കളൊക്കെ നമുക്ക് കൈവശം വരാനോ പുതിയ ഭൂമി വാങ്ങാനുള്ള സാധ്യതയുണ്ട്. വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയം വേർപിരിഞ്ഞ് നിൽക്കുന്നവരൊക്കെയാണെങ്കിൽ ഒന്നിക്കാനുള്ള സാധ്യതാവസ്ഥയൊക്കെ ഉള്ളൊരു സമയമാണ്. അല്ലെ ചില ആൾക്കാർക്ക് ഭാര്യയുമായിട്ട് അല്ലറ ചില്ലറ പ്രശ്നങ്ങളും ഒന്ന് വിരിഞ്ഞ് നിൽക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അത് 7.5 ശനി കൊണ്ടാണ്. 7.5 കണ്ടകശനി വന്നു കഴിഞ്ഞാലും നല്ല വ്യാഴം ഈശ്വരാധീനമുള്ള സമയമാണെങ്കിലും 7.5 കണ്ടകശനിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ തടസ്സങ്ങളുണ്ടെങ്കിൽ പരിഹാരം ചെയ്യാം. നമുക്ക് യോഗഫലം ആരുടെയും മാറ്റാൻ പറ്റില്ല. ഒരു ജ്യോതിഷിക്കും മാറ്റാൻ പറ്റില്ല. കോടീശ്വരനാക്കാനും ഒരു ജ്യോതിഷിക്കും പറ്റില്ല. പെട്ടെന്ന് രക്ഷപ്പെടുത്താനും ഒരു ജ്യോതിഷിക്കും പറ്റത്തില്ല. അങ്ങനെ അവാനുഷിക ശക്തിയുള്ള ഒരു ജ്യോതിഷിയും ഇന്ന് ഈ ലോകത്തില്ല. പഴയ കാലത്ത് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. എങ്കിൽ തന്നെയും മാക്സിമം നമ്മൾ പരിഹാരങ്ങൾ ചെയ്തു പോയാൽ കണ്ണിക്കൊള്ളാനുള്ള പുരിയത്ത് കൊണ്ട് മാറുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതല്ലേ നമുക്ക് വേണ്ടി. അപ്പോൾ നമ്മളതിനൊക്കെ ഒന്ന് സൂക്ഷിക്കുക. വാഹനം ഉപയോഗിക്കുന്നത് സൂക്ഷിക്കുക. ആഡംബര സാധനങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടാകുക, ആഡംബര സാധനം വാങ്ങാനുള്ള സാധ്യതയുണ്ടാകുക, പണയം വെക്കാനുള്ള സാധ്യതയുണ്ടാകുക, മറ്റൊരു സംരംഭം തുടങ്ങാനുള്ള സാധ്യതയുണ്ടാകുക, അതിൽ പണം ആർജിക്കാനുള്ള സാധ്യതയുണ്ടാകുക. ഇതൊക്കെ എന്താണ്, സർക്കാർ ജോലികൾക്ക് മേലധികാരിയിൽ നിന്ന് ശിക്ഷണം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചെയ്യുന്ന തൊഴിലിൽ നിന്നും മാറി പിന്നെ ജോലി ചെയ്യാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ പ്രമോഷനോ ഡിപ്രമോഷനോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫറോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് കാണുന്നു. താത്കാലിക ജോലിയിൽ പ്രവേശിച്ചാൽ അതിന് സ്ഥിരീകരണം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രമേഹ രോഗികൾ മറ്റു ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് വളരെയധികം സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഏഴരശനി ആയതുകൊണ്ടും 12ാം ഭാവത്ത് ശനി നിൽക്കുന്നതുകൊണ്ടും ധനനഷ്ടങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമെങ്കിലും ശനിയെല്ലാം ഉണ്ടാക്കി തരികയും എല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ആളുകൂടാണ്. അപ്പോൾ അതറിഞ്ഞ് ശിവക്ഷേത്രത്തിൽ ജലധാര, കൂളമാല പുറകളൊക്കെ, അതുപോലെ തന്നെ ശാസ്താവിന് നീരാഞ്ജനം, ശാസ്താവിന് എണ്ണ കൊണ്ടുള്ള അഭിഷേകം, അതുപോലെ എള്ളുകിഴി കെട്ടി നീരാഞ്ജനം നടത്തുക. ഇതൊക്കെ ചെയ്യുന്നത് അത്യുത്തമത്തിൽ അത്യുത്തമം. പരദേവത പിടിപ്പണം സമർപ്പിക്കുക, ധർമ്മദൈവത്തെങ്കിൽ കുളിച്ചു വിടുക. ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കുറേയൊക്കെ നിങ്ങൾക്ക് ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹോട്ടൽ ജീവനക്കാരെ, ഹോട്ടൽ തൊഴിലാളികളെ, അങ്ങനെയൊക്കെയുള്ളവർക്ക് പുരോഗമനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉന്നത വിദ്യാഭ്യാസം ശ്രമിക്കുന്നത് അന്യദേശവാസത്ത് പോയി വിദ്യാഭ്യാസം നടത്താനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഡോക്ടർമാർ, വൈദ്യന്മാർ, ജ്യോതിഷികൾ ഉൾപ്പെടെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ചില അനർത്ഥങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ ചെന്ന് ചാടാനുള്ള സാധ്യാവസ്ഥയുണ്ട്. അത് തന്നെയല്ല, കൂട്ടുകൃഷിയോ കൂട്ടു ബിസിനസ്സോ ഉണ്ടെങ്കിൽ അത് നടത്തുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം കണ്ട് മുന്നോട്ട് പോവുക. പിന്നെ ആധികാരികതയോ അധികാരമുള്ളവർ പോലും നമ്മളെ തള്ളി പറയുന്നതായിട്ടുള്ളൊരവസ്ഥയുണ്ടാകുക.
സ്നേഹിതർ പോലും തള്ളിപ്പറയുക, ബന്ധുക്കൾ തള്ളിപ്പറയുക, ബന്ധുവിൽ നിന്നും ആർജിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഗുണപരമായിട്ടുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അതിന് തടസ്സങ്ങളൊക്കെ ഉണ്ടാകുക. അതുപോലെ തന്നെ ഭൂസ്വത്ത് കൈവശം വരിക, അത് പിന്നെ ഭൂസ്വത്ത് മീൻസ് എന്ന് പറഞ്ഞാൽ കുടുംബസ്വത്തുകൾ കൈവശം വരിക, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാം ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് നിങ്ങൾക്കും എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു ലൈക്ക് അടിക്കുക. പുതിയതായിട്ട് ഉള്ള ചാനലാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങളേവരെയും ഞാൻ ഹാർദവുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒരു മനുഷ്യത്വം കാണിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹം. അങ്ങനെ സ്നേഹം എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും വേണ്ടിയൊക്കെയാണ് ഞാൻ പിന്നെ യൂട്യൂബ് ചെയ്ത്. ഇഷ്ടമുള്ളവരും ഇഷ്ടപ്പെടാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എളിയ മനുഷ്യൻ ചെറിയ എപ്പിസോഡ് അവസരം. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം.